ആരംഭത്തിൽ ഒരു ചെറിയ നഗരമായിരുന്ന റോം ഏറ്റവും വലിയ വിശ്വസാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രമായി മാറി. ഇന്ന് റോം ഇറ്റലിയുടെ തലസ്ഥാനമാണ്. സംസ്കാരത്തിൻ്റെ പരമകാഷ്ഠയിലെത്തിയ റോം സാൻമാർഗിക അധപ്പതനത്തിൻ്റെ പര്യായമായി തീർന്നു. റോമ സാമ്രാജ്യത്തിൻ്റെ ഉച്ചാവസ്ഥയിലാണ് ക്രിസ്തുമതം റോമിൽ വ്യാപിച്ചത്. റോമിൻ്റെ സ്ഥാപകനും പ്രഥമ രാജാവുമായ റോമുലസ് ഐതിഹ്യമനുസരിച്ച് മാഴ്സ് ദേവൻ്റെ പുത്രനാണ്. ബന്ധുക്കൾ നിഷ്കരുണം ഉപേക്ഷിച്ച റോമുലസിനെ പോറ്റി വളർത്തിയത് ഒരു ഇടയൻ്റെ ഭാര്യയും ചെന്നായിയുമായിരുന്നു. BC 753 റോമിൻ്റെ സ്ഥാപനം. റോമുലസിൻ്റെ പേരിൽ നിന്നാണ് റോമയുടെ നിഷ്പത്തി. ടൈബർ നദി പതിക്കുന്ന മെഡിറ്ററേനിയൻ സമുദ്രത്തിൽ നിന്നും ഏതാണ്ട് 27 കിലോമീറ്റർ മുകളിൽ ടൈബർ നദിയുടെ ഇരു കരകളിലുമാണ് നഗരം സ്ഥിതി ചെയ്യുന്നത്. ആരംഭത്തിൽ റോമിലെ കുടിപാർപ്പ് പാലറ്റിനം കുന്നിൽ മാത്രമായിരുന്നു. ഈ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിലെ പാലസിൻ്റെ ഉൽപ്പത്തി. തുടർന്ന് 6 കുന്നുകൾ കൂടി ഉൾപ്പെട്ടു. സെർവിയൂസ് തുള്ളിയൂസ് 7 കുന്നുകളെയും ചുറ്റി കന്മതിൽ കെട്ടിയടച്ചു. അങ്ങനെ റോം 7 കുന്നുകളുടെ നഗരമായി. പലാത്തിൻ, ക്വെറിനാൽ, അവെന്തിൻ, ചേലിയം, വിമിനാൽ, എസ്ക്യുലിൻ, ക്യാപിറ്റോളിൻ എന്നിവയാണ് ആ 7 കുന്നുകൾ. റോമിൻ്റെ ആദ്യത്തെ മതിൽ വളരെ മോശമായിരുന്നു. റോമുലസിൻ്റെ സഹോദരനായ റീമസ് അതിനെ ആക്ഷേപിച്ചതുകൊണ്ട് അവനെ വധിക്കുകയും ചെയ്തു. റോമിലെ ആദ്യ നിവാസികൾ ഒളിച്ചോടിയവരും കുറ്റപ്പുള്ളികളും വിദേശികളുമായിരുന്നു. 39 വർഷത്തെ ഭരണത്തിന് ശേഷം BC 714 റോമുലസ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. അയാൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെന്ന് പ്രചരിപ്പിച്ചു. കൊറിനൂസ് എന്ന പേരിൽ ദൈവിക ബഹുമതികൾ റോമുലസിന് നൽകി. 12 ദേവന്മാരിൽ ഒന്നായി അയാളെ ഉയർത്തി. ഒരു ക്ഷേത്രം പ്രതിഷ്ഠിച്ചു. ഫ്ലാമൻ ക്വീറിനാലിസ് എന്ന പേരിൽ ഒരു പുരോഹിതനെ ബലികൾ അർപ്പിക്കുന്നതിനായി നിയോഗിച്ചു. ആദ്യകാലത്ത് റോം ഭരിച്ചിരുന്ന 7 രാജാക്കന്മാരാണ് റോമുലസ്, നൂമ, ടുള്ളൂസ് ഹോസ്റ്റിലൂസ്, അഞ്ചൂസ് മാർസ്യൂസ്, ടാർക്വിൻ പ്രസ്കുസ്, സെർവിയൂസ് തുള്ളിയൂസ്, ടാർക്വിൻ ഗർവി എന്നിവർ. ടാർക്വിൻ ഒരു യുദ്ധത്തിൻ്റെ ഫലമായി നാടുവിടേണ്ടി വന്നു. അതോടെ റോം റിപ്പബ്ലിക്കായി. BC 509-27 റിപ്പബ്ലിക്കിൻ്റെ കാലം. രാജാവില്ലാത്ത രാഷ്ട്രം എന്നതിൽ കവിഞ്ഞ് ജനകീയമായ ഒരു ഉള്ളടക്കവും റിപ്പബ്ലിക്കിനില്ലായിരുന്നു. BC 367 വരെ പെട്രീഷ്യൻ കുടുംബങ്ങളിൽ നിന്ന് ആണ്ടുതോറും തെരഞ്ഞെടുത്തിരുന്ന 2 കോൺസിലുകളാണ് റോം ഭരിച്ചിരുന്നത്. BC 367 പ്ലീബിയന്മാരിൽ അഥവാ സാധാരണ ജനങ്ങളിൽ നിന്നും കോൺസലിനെ തെരഞ്ഞെടുത്തു. കോൺസലുകൾക്ക് രാജാക്കന്മാരുടെ പൂർണ്ണ അധികാരവുമുണ്ടായിരുന്നു. റോമിൻ്റെ ആധിപത്യം ക്രമേണ വർദ്ധിച്ചു വന്നു. ഇറ്റലി പൂർണ്ണമായി റോമിന് കീഴടങ്ങി. തുടർന്ന് അയോണിയൻ തീരത്തുണ്ടായിരുന്ന ഗ്രീക്ക് കോളനികൾ BC 275 റോമിൻ്റെ വകയായി. 3 പ്യൂണിക് യുദ്ധങ്ങളുടെ ഫലമായി BC 264-146 കാലഘട്ടങ്ങളിൽ സിസിലി, സാർഡീനിയ, കോഴ്സിക്ക, കാർത്തേജിൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ, മാസിഡോണിയ എന്നിവ റോമിൻ്റെ കീഴിലായി. BC 64-63 പൊന്തോസ്, സുറിയ, കിലിക്കിയ എന്നിവയെ പോംബി റോമൻ പ്രവിശ്യയാക്കി. BC 63 പലസ്തീനെ ആക്രമിച്ചു. BC 63 മുതൽ 31 വരെ റോമിൽ ആഭ്യന്തര വിപ്ലവം നടന്നു. ഒന്നാമത്തെ ട്രയംവിറേറ്റ് BC 60 നിലവിൽ വന്നു. അതിൽ ജൂലിയസ് സീസർ, പോംപി, ക്രാസസ് എന്നിവർ ഉൾപ്പെട്ടിരുന്നു. BC 44 ജൂലിയസ് സീസർ വധിക്കപ്പെട്ടു. രണ്ടാമത്തെ ട്രയംവിറേറ്റിൽ BC 43 ഒക്ടേവിയനും ആന്റണിയും ലെപ്പിഡസും ഉൾപ്പെട്ടിരുു. BC 42 ഫിലിപ്പിയിൽ വെച്ച് ഇവർ ബ്രൂട്ടസിൻ്റെയും കാഷ്യസിൻ്റെയും കീഴിലുള്ള സൈന്യത്തെ തോൽപ്പിച്ചു. BC 31 ആക്ടിയം യുദ്ധത്തോടുകൂടി ഒക്ടേവിയൻ അഥവാ അഗസ്റ്റസ് സീസർ റോമിൻ്റെ പരമാധികാരിയായി. റോമിൻ്റെ സാമ്രാജ്യകാലം ആരംഭിച്ചു. അഗസ്റ്റസ് സീസറിൻ്റെ ഔഗസ്തോസ് കൈസർ BC 31 AD 14 വരെ. ആ കാലത്താണ് യേശു ജനിച്ചത്. തിബരിയാസ് കൈസറുടെ AD 14 മുതൽ 37 വരെയുള്ള കാലത്തായിരുന്നു യോഹന്നാൻ സ്നാപകൻ്റെയും യേശുവിൻ്റെയും ശുശ്രൂഷകൾ. തുടർന്ന് കലിഗുളയും AD 37 മുതൽ 41 വരെ
ക്ലൗദ്യോസും 41 മുതൽ 54 വരെ റോം ഭരിച്ചു. ക്ലൗദ്യോസിൻ്റെ കാലത്തായിരുന്നു പൗലോസ് അപ്പോസ്തോലൻ്റെ മിഷണറി യാത്രകൾ. നീറോയുടെ കാലത്ത് 54 മുതൽ 68 വരെ റോം അഗ്നിക്കിരയായി. അതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. പൗലോസ് രക്തസാക്ഷിയായി. നീറോ ചക്രവർത്തിയുടെ മരണത്തെ തുടർന്നുണ്ടായ അധികാര മത്സരത്തിൽ വെസ്പേഷ്യൻ 69 മുതൽ 79 വരെ ചക്രവർത്തിയായി. ഈ കാലയളവിൽ യെരുശലേമിൽ വിപ്ലവമുണ്ടായി. AD 70 യെരുശലേമിനെ പൂർണ്ണമായി നശിപ്പിച്ചു. വെസ്പേഷ്യനെ തുടർന്ന് തീത്തൂസും 79 മുതൽ 81 വരെയും ഡൊമിഷ്യനും 81 മുതൽ 96 വരെയും റോം ഭരിക്കപ്പെട്ടു. ഡൊമീഷ്യൻ്റെ കാലത്താണ് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള പീഡ കൊടുമ്പിരി കൊണ്ടത്. യോഹന്നാൻ അപ്പോസ്തോലൻ പത്മോസിലേക്ക് നാടുകടത്തപ്പെട്ടു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് വെളിപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ രേഖയാക്കുവാൻ ലഭിക്കപ്പെട്ടത്. നെർവ, ട്രാജൻ, ഹാഡ്രിയൻ, ആന്റോണിയസ് പയസ്, മാർക്കസ് ഔറേലിയസ്, കമ്മോഡസ്, സെപ്റ്റിമോസ് സെവറസ്, കാരക്കല്ല, എലഗാബലസ്, സെവറൂസ് അലക്സാണ്ടർ, മാക്സിമിൻ, ഡീഷ്യസ്, ഔറേലിയൻ, ഡയോക്ലീഷ്യൻ എന്നിവരായിരുന്നു റോം ഭരിച്ച ചക്രവർത്തിമാരിൽ പ്രമുഖർ. ഹഡ്രിയൻ്റെ കാലത്ത് യെരുശലേം പുതുക്കിപ്പണിത് ജാതീയ നഗരമാക്കി മാറ്റി. അതിന് ഐലിയ ക്യാപിറ്റോളിന എന്ന പേര് നൽകി. ക്രിസ്ത്യാനികളെ ഏറ്റവുമധികം പീഡിപ്പിച്ചത് ഡയോക്ലീഷ്യനായിരുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിമാരുടെ കാലത്ത് ക്രിസ്തുമതം നിയമപരമായി അംഗീകരിക്കപ്പെട്ടു. സ്മുർണയിലെ സഭയുടെ ദൂതിൽ ക്രിസ്തുമാർഗത്തെ ഉന്മൂലനം ചെയ്യുവാൻ റോമിലെ ചക്രവർത്തിമാർ ചെയ്ത ശ്രമങ്ങളുടെ സൂചനയുമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് റോമിലെത്തുമ്പോൾ 10 ലക്ഷം ജനസംഖ്യയുള്ള ഒരു വലിയ പട്ടണമായിരുന്നു റോം. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പട്ടണമായിരുന്നു ഇത്. പലാത്തിൻ കുന്നുകളിലായിരുന്നു അപ്പോളയുടെയും സൈബലയുടെയും ക്ഷേത്രങ്ങൾ. ബാബിലോണിനെ പോലെ റോമും സംഘടിതമായ ജാതീയ മതങ്ങളുടെ പ്രതീകമാണ്. അതെപ്പോഴും ക്രിസ്തുമതത്തിന് എതിരുമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ റോമ സാമ്രാജ്യത്തെയും പട്ടണത്തെയും പാപത്തിൻ്റെ പ്രതീകമായി അവതരിപ്പിച്ചിട്ടുണ്ട്. വെളിപ്പാട് 17ഉം 18ഉം അധ്യായങ്ങളിൽ റോമിൻ്റെ വീഴ്ച മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. 7 മലകളിലിരിക്കുന്ന പാപമെന്ന സ്ത്രീയായും തൻ്റെ മ്ലേച്ഛത കൊണ്ട് ഭൂമിയെ മുഴുവനും വഷളാക്കുന്നവളായും റോമിനെ അവതരിപ്പിക്കുന്നു. യെഹെസ്കേൽ പ്രവചനത്തിലെ സൂര്യനെക്കുറിച്ചുള്ള വിലാപം പോലെയാണ് വെളിപ്പാട് പുസ്തകം 18ആം അധ്യായത്തിലെ റോമിനെക്കുറിച്ചുള്ള വിലാപം. അവളുടെ കച്ചവട ചരക്കുകളിൽ 28 ഇനങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 18ആം അധ്യായം 11 മുതൽ 16 വരെ. അവൾക്ക് ശിക്ഷ വന്നതും ഇത്ര വലിയ സമ്പത്ത് നശിച്ചുപോയതും മണിക്കൂറിനുള്ളിലാണ്. റോമൻ ഭാഷ ലത്തീനാണ്. യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മേലെഴുത്ത് എബ്രായ, റോമ, യവന ഭാഷകളിലായിരുന്നു. നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്ത് റോമ ഭാഷയിൽ ഈസൂസ് നസറേനസ് റെക്സ് ഇയോഡറം ആണ്. അതിൻ്റെ ചുരുക്കെഴുത്താണ് INRI. പലസ്തീനിലെ റോമാക്കാരും ലത്തീൻ ഉപയോഗിച്ചിരുന്നു. 25ഓളം ലത്തീൻ പദങ്ങൾ ഗ്രീക്ക് രൂപത്തിൽ പുതിയ നിയമത്തിൽ കടന്നുകൂടിയിട്ടുണ്ട്.